ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ജയനും അജയനും പിന്നെ അനിയൊക്കെ കുറ്റപ്പെടുത്തുവാണ് അബിയെ. എടാ, എന്തായാലും ഇന്നത്തോടെ നിന്റെ എല്ലാം അവസാനിക്കേണ്ടതായിരുന്നു. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നമുക്ക് വേണമെങ്കിൽ അയാളുടെ പേരിൽ പരാതിപ്പെടായിരുന്നു, അയാളുടെ ജോലി തെറിപ്പിക്കായിരുന്നു. പക്ഷേ ഞാനത് ചെയ്യാതിരുന്നിട്ടാ. കാരണം എന്താണെന്നറിയാമോ? ഇത് നിനക്ക് അയ്യപ്പസ്വാമി മനഃപൂർവ്വം തന്ന ശിക്ഷയാ. എനിക്ക് തോന്നുന്നു ആ പോലീസുകാരൻ്റെ വേഷത്തിൽ അയ്യപ്പസ്വാമി തന്നെ ഇറങ്ങി വന്ന് നിനക്ക് തന്നതാ 8ന്റെ പണി. എന്തായാലും അത് നന്നായി. അതുകൊണ്ട് നീ ഇത്തിരി പാഠം പഠിച്ചല്ലോ. എടാ, ജീവിതത്തിൽ നീ എപ്പോഴും നിന്റെ കാര്യങ്ങൾ ആസ്വദിച്ച് തന്നെയല്ലേ ജീവിക്കുന്നത്? നിനക്ക് എന്ത് വേണമെങ്കിലും കഴിച്ച് എങ്ങനെ വേണേലും നടന്ന് പൈസ എത്ര വേണേലും ചിലവാക്കിയിട്ട് എന്നിട്ട് വർഷത്തിൽ ഒരു 41 ദിവസം മര്യാദയ്ക്ക് നോമ്പെടുത്ത് നിനക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ എന്തിനാടാ നീയൊക്കെ ജീവിച്ചിരിക്കുന്നത്? ഭഗവാന്റെ കാര്യത്തിൽ ഒരു ഇത്തിരിയെങ്കിലും നന്മയോടെ ചെയ്തിരുന്നെങ്കിൽ നിനക്കിന്ന് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അബി. എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നിൻ്റെ ഭാര്യയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, നിൻ്റെ കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഇന്ന് നീ രക്ഷപ്പെട്ടത്. ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ നിൻ്റെ ജീവൻ വരെ അപകടത്തിലായാനെ. അത് ശരിയാ, വെളുപ്പാങ്കാലത്ത് 4 മണിക്കാണ് ഞാൻ എഴുന്നേറ്റ് നടന്നത്. അതും കാട്ടിലൂടെ വന്യമൃഗങ്ങളുടെ കയ്യിൽ നിന്നും. എങ്ങനെയാ രക്ഷപ്പെട്ടതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. എന്തു പറയാനാ? ആരോടെന്ത് പറഞ്ഞാലും ആർക്കതൊന്നും വിശ്വാസമാവില്ല. എൻ്റെ പേഴ്സും പൈസയും വാച്ചും ഒക്കെ പോയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെടാപ്പാട് പെട്ടത്. ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് തന്നെയാണ് രക്ഷപ്പെട്ടത്. ഇപ്പം മനസ്സിലായല്ലോ. എന്തായാലും ഇനിയെങ്കിലും തെറ്റൊന്നും ചെയ്യാതെ ജീവിക്കാൻ നോക്ക്. ഇനി നിൻ്റെ കാര്യത്തിൽ കൂടുതൽ തീരുമാനം എടുത്തേ പറ്റൂ. നിൻ്റെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കണം. അതാണ് ഇനി എൻ്റെ തീരുമാനം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയ്ക്ക് പോകാൻ മാല ഇട്ടാലോ, അമ്പലങ്ങളിലേക്ക് പോകാൻ എന്തെങ്കിലും നോൻപെടുത്താലോ, എന്തായാലും നിന്നെ നോക്കിയിരുന്നേ പറ്റൂ. ഇല്ലെങ്കിൽ നീ ഇതുപോലെ തെറ്റ് ചെയ്യും. കൂടെയുള്ള ഞങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചേ മതിയാകും. വാ പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കാറിൽ കയറി പോവുക. ഇതേ സമയം ദേവയാനിയെയും ജലജയെയും ഒക്കെയാണ് കാണിക്കുന്നത്. അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാലും ഈ അബിക്ക് മാത്രം ഇതെങ്ങനെ സംഭവിച്ചു? അവൻ്റെ കയ്യിലിരിപ്പുണ്ട്. എപ്പോഴും നോൻപെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ലേ. അന്ന് ഒരിക്കലെടുക്കാൻ പറഞ്ഞപ്പോൾ പോലും അവൻ അങ്ങനെയാണ് ചെയ്തത്. എന്തിനു വേണ്ടിയാ? പറ്റില്ലെങ്കിൽ പറ്റില്ലെന്നങ്ങ് തുറന്നു പറയണം. അല്ലാതെ അത് നമ്മുടെ മുൻപിൽ വലിയ ആളാകാൻ വേണ്ടി പറ്റുമെന്നും പറഞ്ഞ് ചെയ്തിട്ട് അവസാനം അത് തെറ്റിക്കരുത്. അത് ശരിയായ കാര്യമാണോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിച്ചുകൊണ്ടിരിക്കുക. ഭർത്താക്കന്മാർ ശബരിമലയ്ക്ക് പോകാൻ മാലയിടുമ്പോഴേ വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ വായ അടങ്ങിയിരുന്നില്ലെങ്കിൽ ആ ശിക്ഷയും അവരനുഭവിക്കേണ്ടി വരും. അത് കേട്ടതും ആരെക്കുറിച്ചാണ് നീ ഉദ്ദേശിച്ചത്? വേറെ ആര്? അവൻ്റെ ഭാര്യയെ തന്നെ. എപ്പോഴും അവനെപ്പറ്റി കുറ്റവും കുറവും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലേ. അപ്പം പിന്നെ അവന് അതിൻ്റെ ശിക്ഷ കിട്ടിയതായിരിക്കും. അപ്പം നീ എന്താ പെണ്ണല്ലേ? എടി, നിൻ്റെ നവ്യമോളുടെ കാര്യം മാത്രമല്ല, നിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. നവ്യമോള് പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യം. എന്നാൽ നീ പറഞ്ഞതെല്ലാം നോണ. അതെ ജലജയെ, അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. അന്ന് അവൻ എനിക്ക് വേണ്ടി ശയനപ്രദക്ഷിണം നടത്തിയെന്നൊക്കെ പറഞ്ഞു കേട്ടു. എന്നിട്ടും എന്തിനാ ഇങ്ങനെ കള്ളം പറഞ്ഞത്? എനിക്ക് വേണ്ടി തന്നെയാണോ അവൻ ശയനപ്രദക്ഷിണം നടത്തിയത്? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം സാധ്യമാകാനോ? അത് കേട്ടതും ഏട്ടത്തി, അവൻ എന്നോട് പറഞ്ഞു എൻ്റെ വലിയമ്മ അമ്മായിക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന്. അമ്മായിക്ക് സുഖമാകാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നും. അത് കേട്ടതും ആർക്കറിയാം ഇതൊക്കെ സത്യമാണോന്ന്. എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എല്ലാം കൊണ്ടും ഞാനാകെ പെട്ട് നിൽക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ജലജ അപ്പോഴേക്ക് ശബരിമലയ്ക്ക് പോയവരെത്തി. കാറിൻ്റെ ശബ്ദം കേട്ടതും ദേ സ്വാമിമാരെത്തിയല്ലോ എന്നും പറഞ്ഞു മുത്തശ്ശൻ അപ്പോഴേക്കും അവരകത്തേക്ക് വന്നു. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? സുഖമായിരുന്നു മുത്തശ്ശ. അബിയുടെ കാര്യങ്ങളൊഴിച്ച് ബാക്കി എല്ലാം സുഖമായിരുന്നു. എടാ, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ കാര്യത്തിൽ എപ്പോഴും തെറ്റിദ്ധാരണ ഒന്നും ചെയ്യരുതെന്ന്. നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്? നിന്നോട് ഒരിക്കലെടുക്കാൻ പറഞ്ഞത് ഞാനാ. എന്നിട്ടും പറ്റില്ല എന്ന് പറയായിരുന്നല്ലോ. ഞങ്ങളുടെ മുൻപിൽ വലിയ ആളെ പോലെ അത് എടുത്തതിന് ശേഷം നീ എന്തിനാടാ മാറി നിന്ന് ബാക്കിയുള്ളവരെ പറ്റിച്ചത്? അത് കേട്ടതും നവ്യെ നോക്കണ്ട. നവ്യമോളെല്ലാം പറഞ്ഞു. അപ്പോൾ നമ്മുടെ നവ്യ എന്താ ഞാൻ പറഞ്ഞത് തെറ്റായി പോയടാ? ഇതെല്ലാം എല്ലാവരും അറിയണ്ടേ? അതുകൊണ്ട് തന്നെയാണ് ഞാനെല്ലാം പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ ശ്രമിക്കേ. ഭഗവാന്റെ കാര്യത്തിലെങ്കിലും കുറച്ച് ആത്മാർത്ഥത കാണിക്കേ. അപ്പോഴെങ്കിലും നിനക്കൊന്നും സംഭവിക്കാതെ തിരിച്ചെത്താം. മുത്തശ്ശ, എൻ്റെ എല്ലാം കള്ളന്മാർ കൊണ്ടുപോയി. എങ്ങനെ കൊണ്ടുപോകാതിരിക്കും? ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.
മോളെ എന്തായാലും മോള് ഇവനെയും കൂട്ടി അകത്തേക്ക് റൂമിലേക്ക് ചെല്ല്. ശരി മുത്തശ്ശ. അപ്പം ജലജ എന്താ പറയണേ ഈ സമയം നവ്യക്കാണെങ്കിൽ നല്ല കലി കയറി. അമ്മയുടെ വായും നന്നായിരിക്കണം, ഇല്ലെങ്കിൽ മക്കൾക്ക് ഇതുപോലെ സംഭവിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ജലജയെ പൊളിച്ചെടുക്കുന്നു. അത് കേട്ടതും മുത്തശ്ശൻ മോളെ നീ അവളുടെ വാക്കിന് മറുപടി കൊടുക്കാൻ നിൽക്കാതെ അവനെ വിളിച്ചുകൊണ്ട് ചെല്ല്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഇവരൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അഭിയെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുക. ഈ സമയം ഇവളുടെ മരുമകൾ ഇവൾ പറയുന്നതിനൊക്കെ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്നുണ്ട്. എന്നാൽ നയനമോൾ അത് ചെയ്യുന്നില്ല. അതാണ് നയനമോളുടെയും നവ്യമോളും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായല്ലോ? എൻ്റെ മുഖത്ത് നോക്കി അവൾ സംസാരിച്ച ഒരു പ്രാവശ്യമേ സംസാരിക്കുക വെച്ചാ അവൾ ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ല ദേവയാനി. അത് നീ മനസ്സിലാക്കണം. ഒരിക്കലും നയനമോള് നിന്നെ എതിർത്ത് സംസാരിക്കില്ല. നീ തല്ലിയാൽ പോലും നിന്ന് കൊള്ളത്തേ ഉള്ളൂ എന്നും പറയാണ്. അത് കേട്ടതും നമ്മുടെ ദേവയാനി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. കുളിച്ചിട്ട് വാ, എന്നാലായിരിക്കും ഭക്ഷണം കഴിക്കാം. ഏയ് എനിക്ക് കുളിച്ചു കഴിഞ്ഞിട്ട് ഒരിടം വരെ പോകണം. ഓ അത് നീ ഇപ്പം പ്രത്യേകം പറയണ്ടല്ലോ. നീ പോകാൻ പോകുന്നത് നിന്റെ ഭാര്യയുടെ അടുത്തേക്കല്ലേ? അത് കേട്ടതും എന്താ അവനവൻ്റെ ഭാര്യയുടെ വീട്ടിൽ പോകണ്ടേ എന്ന് മുത്തശ്ശൻ ജലജയോട്. അല്ല പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞങ്ങളോട് മറച്ചു വയ്ക്കുന്നതിനാ? ഞാൻ ആരോടും മറച്ചു വെച്ചൊന്നുമില്ലല്ലോ. നീ പോകുന്നത് പ്രസാദം കൊടുക്കാനാണോ? അതെ, പ്രസാദം കൊടുക്കണം, നയനെ ഒന്ന് കാണണം. എൻ്റെ ദേവയാനെ, അവനെ എനിക്കും നിനക്കും വേണ്ടി മാത്രമല്ല നയനമോൾക്കും കൂടെ വേണ്ടിയാ മല ചവിട്ടിയത്. നയനമോളുടെ ആരോഗ്യവും വീണ്ടെടുക്കാൻ. അവൾക്ക് എന്താ സംഭവിച്ചേ? ഇടയ്ക്ക് അവളെ അമ്പലത്തിൽ വെച്ച് കണ്ടായിരുന്നു. അവളുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. താങ്ങി പിടിച്ചോണ്ട് അവളുടെ അമ്മ നടന്നത്. എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പനിയായിരുന്നു എന്നാ പറഞ്ഞത്. എന്താണ് അവൾക്ക് സംഭവിച്ചത്? ചെറിയൊരു ക്ഷീണം തളർച്ചയും അത്രയുള്ളമ്മേ എന്നും പറയാണ്. ഇത് കേട്ടതും നമ്മുടെ ദേവയാനിക്കാകെ സംശയമായി. എന്നാൽ പിന്നെ കഴിക്കാനെടുത്തൊക്കെ നിങ്ങൾ കുളിച്ചിട്ട് വാ. ഈ സമയം ജാനകി എടാ മോനെ അനാമിക മോള് വിളിച്ചായിരുന്നോടാ എന്നും അനിയോട് ചോദിക്കുക. പിന്നെ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാമോ? എന്നെ മാത്രമല്ല അയ്യപ്പസ്വാമിയെ വിളിച്ചു. സന്നിധാനത്ത് ചെന്നപ്പോൾ അയ്യപ്പസ്വാമി എന്നോട് പറഞ്ഞു നിന്റെ ഭാര്യ അനാമിക എന്നെ വിളിച്ചായിരുന്നു എന്ന്. വിശേഷവും തിരക്കിന്നാ പറഞ്ഞത്. വാ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അനി കോമഡി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുക. ഇത് കേട്ടതും ജാനകി എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. അവൻ്റെയൊക്കെ ഒരു അഹങ്കാരം കണ്ടില്ലേ? മലയ്ക്ക് പോയിട്ട് വന്നിട്ടില്ല, അപ്പോഴത്തേക്കും അവനവൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോവുക. മലയ്ക്ക് പോയി വന്നതിൻ്റെ ക്ഷീണം തീരുന്നതിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് പറഞ്ഞിരിക്കും. അവൾക്ക് എന്തോ അസ്വസ്ഥതയുണ്ട് ജലജയെ, അതിന് വേണ്ടി പോവുമായിരിക്കും. എന്താ നമുക്ക് കണ്ടുപിടിക്കണം. ഈ സമയം പിന്നീട് കാണിക്കുന്ന അഭിയാണ്. അഭിയെ താങ്ങി പിടിച്ചോടക്കൊണ്ടിരുത്തി. എടാ നീ എത്രയൊക്കെ തെറ്റ് ചെയ്താലും നിനക്ക് വേണ്ടി പ്രാർത്ഥനയും വഴിപാടുമായിട്ട് നിൽക്കുമായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്. ഞാൻ രക്ഷപ്പെട്ടു എന്നോ? നീ എന്തായി പറയുന്നേ? എൻ്റെ എല്ലാം കള്ളന്മാരും കൊണ്ടുപോയി, പോലീസുകാരുടെ അടി കൊണ്ടു, പോലീസുകാർ പിടിച്ചെന്നെ കള്ളനാക്കി. ഇതൊക്കെയാണോ ഞാൻ രക്ഷപ്പെട്ടത്? എടാ ഇതൊക്കെ നിനക്ക് അയ്യപ്പസ്വാമി തന്ന ശിക്ഷയാ. ഇനിയെങ്കിലും അയ്യപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ മര്യാദയ്ക്ക് വൃത്തിയോടെയും വ്രതത്തോടെയും പോകണം. അല്ലാതെ മറ്റുള്ളവരുടെ കൂടെ കറങ്ങി നടന്നും ഇറച്ചി മീനും കടിച്ചു പറിച്ചും തിന്നിട്ടും അല്ല അയ്യപ്പസ്വാമിയെ കാണാൻ പോകേണ്ടത്. മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് ഉപദേശിക്കുക. എന്ത് ചെയ്യാനാ, എൻ്റെ ഭർത്താവായി പോയില്ലേ, അതുകൊണ്ട് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പറയാം, നിനക്ക് വല്ലതും കുടിക്കാൻ വേണോ? ഏയ് എനിക്കൊന്നും കുടിക്കാൻ വേണ്ട എന്നും അഭി. ഈ സമയം നമ്മുടെ നവ്യ എന്നാൽ ശരി റെസ്റ്റ് എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് പോവുക. നവ്യ പോയി കഴിഞ്ഞതും എൻ്റെ അയ്യപ്പ ഇവളെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനാ ഞാൻ മല ചവിട്ടാന്ന് വിചാരിച്ചത്, എന്നിട്ട് എനിക്ക് ദർശനം പോലും തന്നില്ലല്ലോ എന്നും പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം പിന്നീട് നമ്മുടെ നയനയാണ് കാണിക്കുന്നത്. നയന ഇങ്ങനെ കാത്തിരിക്കുക. അപ്പോഴേക്കും ആദർശെത്തി. ദേ അച്ഛ അമ്മേ ആദർശേട്ടൻ വന്നു എന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ നയന. അപ്പോഴേക്കും ആദർശ അകത്തേക്ക് വന്നു. നയന ചാടി എഴുന്നേറ്റു. അയ്യോ എന്താ ഇത്, പതുക്കെ എഴുന്നേക്ക്, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ആദർശേട്ടാ, ഞാൻ ഹാപ്പിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ നിൽക്കുക. അതേ ഞങ്ങൾ ശബരിമലയ്ക്ക് പോയിട്ട് വരുന്നത് വരെ എനിക്ക് തീയായിരുന്നു നെഞ്ചിൽ, നിൻ്റെ കാര്യം അമ്മയുടെ കാര്യം ഓർത്തിട്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, സമാധാനമായി. എങ്ങനെയുണ്ടായിരുന്നു മോനെ ശബരിമല യാത്രയൊക്കെ? യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു അച്ഛാ. എന്തായാലും അബിയുടെ കാര്യം ഒഴിച്ച് ബാക്കി എല്ലാം നല്ലത് തന്നെയായിരുന്നു. അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൻ അനുഭവിച്ചു, അത്രേ പറയാനുള്ളൂ എന്നൊക്കെ പറയണം. അത് കേട്ടതും നമ്മുടെ നയനയോട് എന്നാ വാ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നെ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനും കൂടിയാണ് ഞാൻ വന്നത്. അത് വേണം ആദർശേട്ടാ. എനിക്ക് അസുഖമൊക്കെ ഭേദമായി, പക്ഷേ ഇപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ ശരിയാവുമോ? അമ്മയുടെ മനസ്സിൽ അമ്മ കുടിച്ച പാലിൽ വിഷം കലർത്തിയത് ഞാനാ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നാൽ അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം കൂടത്തേ ഉള്ളൂ. സാരമില്ല, നിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇനി അവിടെ വന്ന് നിൻ്റെ സങ്കടങ്ങൾ കാണാനും എനിക്ക് വയ്യ.
അതുകൊണ്ട് എനിക്ക് നിന്നെ എപ്പോൾ കാണണമെന്ന് തോന്നിയാലും ഇങ്ങോട്ട് വരാമല്ലോ. എന്താ മോനെ ഇത്? ഇവിടേക്ക് മോനെ എപ്പോൾ വേണേലും വരാം. ഇത് ഞങ്ങളുടെ വീടല്ല, മോൻ്റെ വീടാ. ഇതും ഭർത്താവ് വീട് തന്നെയാണ്, അതും ഭർത്താവിൻ്റെ വീട് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് നയനയും നമ്മുടെ കനകയും ഒക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഈ സമയം നയന എന്നും പറഞ്ഞുകൊണ്ട് നയനയും വിളിച്ച് അകത്തേക്ക് പോവുകയാണ് ആദർശ്. ഈ സമയം ഗോവിന്ദും നമ്മുടെ കനകയും കൂടെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക. ഇതേ സമയം അകത്തേത് അതെ വ്രതം കഴിഞ്ഞു, ശബരിമലയ്ക്കും പോയി, അയ്യപ്പസ്വാമിയെ ദർശിച്ച് മാലയൂരി, ഇനി എൻ്റെ ഭാര്യ എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് നയനയെ കെട്ടിപ്പിടിക്കുക. നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി. നയനയും ആദർശിനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ആദർശ്, അയ്യോ നിനക്ക് വയ്യാത്തതല്ലേ, ഞാനതങ്ങ് മറന്നു. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ആദർശേട്ടാ, എൻ്റെ എല്ലാ അസുഖവും പൂർണ്ണമായിട്ടും മാറി. ഇനിയിപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാ. അതെ അങ്ങോട്ട് പോരടി. അത് കേട്ടതും, അത് വേണ്ട ആദർശേട്ടാ, ഞാൻ അവിടെ വന്നാൽ ശരിയാവില്ല. അമ്മയ്ക്ക് ഇഷ്ടമില്ലാതെ ഞാൻ അവിടെ വന്ന് നിന്നിട്ട് അത് വലിയൊരു പ്രശ്നമായി മാറണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ഞാൻ വരുന്നില്ല എന്ന്. അത് കേട്ടതും, നീ ഇവിടെ നിൽക്കുന്നത് പോലെയല്ലല്ലോ അവിടെ നിൽക്കുന്നത്. അവിടെ നിന്നാൽ എൻ്റെ ഒപ്പം നീ എപ്പോഴും ഉണ്ട്. പിന്നെ അവിടെ നിന്ന് എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി ഞാൻ ഓടി ഇങ്ങോട്ട് വരണ്ടേ. അത് കേട്ടതും, സാരമില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നാൽ ഒരു കുഴപ്പവും സംഭവിക്കാനില്ല. ആദർശേട്ടൻ ഇടയ്ക്കൊക്കെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. നന്ദു ആണെങ്കിൽ ബൈക്കിൽ സ്കൂട്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഗുണ്ടകൾ നന്ദുവിനെ തടയുകയാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു ഗുണ്ട ഇറങ്ങി വന്നു. ഓ എടി വാ, വന്ന് വണ്ടി കയറ്, നീ വലിയ ആളാണെന്ന് ഞാൻ കേട്ടല്ലോ. എത്ര 10 പേര് വന്നാലും ഒറ്റയടിക്ക് ഇടിച്ച് തെറിപ്പിക്കാൻ നിനക്ക് പറ്റുമെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഞാൻ കരുതി അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു 6 അടി പൊക്കവും നല്ല വെയിറ്റൊക്കെ ഉള്ള ഒരാളാന്ന്. ഇത് നരുന്ത് പെണ്ണ്, വാ വന്ന് വണ്ടിയിലോട്ട് കയറ്, വഴിന്ന് മാറടാ. എന്നാ പിന്നെ നിന്നെ ഞങ്ങൾ വണ്ടിയോടെ തന്നെ തൂക്കി അകത്തടാ എന്നും പറഞ്ഞുകൊണ്ട് ഗുണ്ട ചെല്ലുമ്പോഴേക്കും അയാളുടെ വയറ്റത്തിനിട്ട് ചവിട്ടുക. നന്ദു ചവിട്ട് കിട്ടിയതും അയാൾ തെറിച്ചുപോയി, കൂടെയുള്ള ആളും തെറിച്ചു. അങ്ങനെ ഇടിയോടിടി. ഈ സമയം പിന്നിൽ നിന്നും വന്ന് നന്ദുവിൻ്റെ തലക്കിട്ടടിക്കുകയാണ് മറ്റൊരു ഗുണ്ട. തലക്കിട്ടടി കൊണ്ടതും നന്ദുവിൻ്റെ ബോധം പോയി. അപ്പം തന്നെ നന്ദുവിനെ എടുത്ത് വണ്ടി കയറ്റി അവരങ്ങ് കൊണ്ടുപോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. ആദർശ് നയനയെ ഫോൺ വിളിക്കുക. അപ്പോൾ നയന ആദർശിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആലോചിച്ചപ്പോൾ തന്നെ ആൾ വിളിച്ചല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് നയന ഫോൺ എടുത്തു. ഹലോ ആദർശേട്ടാ, എന്തെടുക്കുക നയനെ? ഞാൻ ആദർശേട്ടനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നെക്കുറിച്ചോ? എന്ത്? നമ്മൾ അന്ന് രാത്രി കറങ്ങാനൊക്കെ പോയില്ലേ, അതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദർശൻ്റെ വിളി വന്നത്. ഇതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത് അല്ലേ നയനെ? അതെ ഇങ്ങനെ ഉറക്കൊളച്ചൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല കേട്ടോ, നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. ഞാൻ റെസ്റ്റ് എടുത്തോളാം ആദർശേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും നയന ഇത് കേട്ടോണ്ട് ദേവയാനി പിന്നിൽ നിൽക്കുക. അപ്പോൾ ആദർശ്, ആര് പറഞ്ഞു നിനക്ക് കുഴപ്പമില്ലയെന്ന്? നിനക്കും നല്ല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. നീയും നന്നായിട്ട് നിൻ്റെ ശരീരം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ആപത്തിൽ ചെന്ന് അവസാനിക്കും. അറിയാലോ എൻ്റെ ആദർശേട്ടാ, കരൾ ദാനം ചെയ്യുന്നവർക്കല്ല, അത് മാറ്റിവെക്കുന്നവർക്കാണ് സൂക്ഷിക്കേണ്ടത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആര് പറഞ്ഞു? അമ്മയെ സൂക്ഷിക്കണം, നീയും സൂക്ഷിക്കണം. 2 പേരുടെ ജീവനും ആരോഗ്യത്തിലൊക്കെ പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് സൂക്ഷിക്കണമെന്ന്. ഭക്ഷണം നന്നായി കഴിക്കണം. ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞതൊക്കെ? ശരി ആദർശേട്ടാ, ഞാൻ നോക്കിക്കോളാം. പിന്നെ നാളെ മുതൽ അമ്മയോടൊപ്പം നടക്കാൻ പോകണം, എക്സസൈസ് എടുക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ നാളെ മുതൽ ചെയ്യാൻ പോവുക ആദർശേട്ടാ എന്നൊക്കെ പറയുക. അത് കേട്ടതും നമ്മുടെ ആദർശ്, എന്നാൽ ശരി നയന എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യണ. ഈ സമയം ദേവയാനി, അവൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്തായിരിക്കും? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അവൾക്ക് എന്താ പറ്റിയെന്ന്. അവളുടെ ആരോഗ്യം സൂക്ഷിക്കണമെന്ന് ആദർശ് പറയുന്നുണ്ട്, കണ്ടുപിടിച്ചേ മതിയാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം നമ്മുടെ നയനയും കനകയും കൂടെ കൊണ്ടുവരാം. ഗോവിന്ദേട്ടാ, എന്താണ് മോളെ? അച്ഛ, ഇത്ര നേരമായിട്ടും നന്ദുവിനെ കണ്ടില്ലല്ലോ. അത് ശരിയാ ഗോവിന്ദേട്ടാ, 12 മണിക്ക് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞവളാ. ഉച്ചയൂണിന് കഴിഞ്ഞിട്ട് പോലും അവളെത്തിയില്ലല്ലോ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുമോ? ഒരു 10 പേര് മുന്നിൽ വന്ന് നിന്നാലും അവൾ എതിർത്ത് രക്ഷപ്പെട്ടു പോന്നോളും. പക്ഷേ പിന്നെയും അവളെ ആരെങ്കിലും ആക്രമിക്കുമെന്നാ എൻ്റെ പേടി. അനാമികയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ? എനിക്ക് നല്ല ടെൻഷനുണ്ട്. നന്ദൂട്ടിന് എന്തെങ്കിലും സംഭവിക്കുമോ? അനിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനാണ്. കാരണം അനാമിക മോള് അവൾ ഒരിക്കലും അനിയെ സ്നേഹിക്കില്ല. അങ്ങനെ സ്നേഹിക്കാത്തടത്തോളം കാലം അനു നന്ദുവിൻ്റെ സ്നേഹം അന്വേഷിച്ച് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ട് മോളെ. പൂജാരി പറഞ്ഞതനുസരിച്ച് ഉറപ്പായിട്ടും സ്നേഹിച്ചവർ തമ്മിൽ ഒന്നിക്കുന്ന. അങ്ങനെയുള്ളപ്പോൾ നന്ദുവിനെയും
അനാമികയെയും ഒന്നിക്കാൻ അനുവദിക്കരുത് നമ്മൾ, അതിനെ എതിർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദും കനക എങ്ങനെ ഇരിക്കുമോ ഈ സമയം, എങ്ങനെയെങ്കിലും മോളെ കണ്ടുപിടിക്കണമല്ലോ, മോളിതെവിടെ പോയി നിന്ന് ഫോൺ വിളിച്ച് നോക്കും മോളെ എന്നും പറഞ്ഞുകൊണ്ട് കനക പറയാം. അത് കേട്ടോ കൂട്ടുകാരിയൊക്കെ വിളിച്ചു നോക്കാം, എവിടെയും ചെന്നിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഈശ്വര, അനാമികയെ തല്ലിയതുകൊണ്ട് അവൾ എന്തായാലും പ്രതികാരം ചെയ്യാനായിട്ട് എനിക്ക് നല്ല പേടിയുണ്ട്. അന്ന് ഇവിടെ നിന്ന് കവളത്ത് പാടുമായിട്ട് പോയവൾ നന്ദുവിനെ വെറുതെ വിടില്ല എന്നും പറഞ്ഞാൽ പോയത്, ഇനി എന്തെങ്കിലും കടുങ്കൈ അത് കേട്ടതും അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ, നീ എന്തെങ്കിലും ചെയ്, ഞാനൊന്ന് ആദർശേട്ടനോട് വിവരം പറയാമേ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഈ സമയം നന്ദുവിനെയാണ് കാണിക്കുന്നത്. കാലും കൈയൊക്കെ കെട്ടിയിട്ട അവസ്ഥയിൽ നന്ദുവിനെ പൂട്ടിയിരിക്കുക. അത് നന്ദുവിനെ എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ രക്ഷപ്പെടണമെന്നറിയില്ല. നന്ദു എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാൻ തീർച്ചയായിട്ടും നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.